പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KPM മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. രേഷ്മ, എന്തുകൊണ്ടാണ് ഈ ഹർജി നിലനിൽക്കാത്തത്? വലിയ രീതിയിലുള്ള വാദങ്ങൾ, ഏകദേശം ഒരു വർഷത്തോളം നീണ്ട വാദങ്ങളും പ്രതിവാദങ്ങൾക്കും ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അല്പസമയം മുൻപ് ഈ പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ KPM മുസ്തഫ നൽകിയിട്ടുള്ള ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ഈ ഹർജി തള്ളുന്നു എന്നുള്ള പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവം മാത്രമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത് എന്ത് കാരണത്താലാണ് ഈ ഹർജി തള്ളിയത് എന്നതടക്കമുള്ള കാരണങ്ങൾ ഈ വിധി പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. പ്രധാനമായിട്ടും ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് ഇതിൽ 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അത് അസാധുവാക്കിയിട്ടുണ്ട്. ആ നടപടി തെറ്റാണ്. അതുകൊണ്ട് തന്നെ നജീബ് കാന്തപുരം MLA വിജയം റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ചത്. ഈ സ്പെഷ്യൽ തപാൽ വോട്ടുകളിൽ ഭൂരിഭാഗവും തനിക്ക് കിട്ടേണ്ടതാണ്. ഈ 38 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നജീബ് കാന്തപുരം വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അസാധുവാക്കിയ നടപടി തെറ്റാണെന്ന് വിധിച്ചുകൊണ്ട് വിജയം റദ്ദാക്കണമെന്നുള്ള ആവശ്യവും ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നത്. വലിയ രീതിയിലുള്ള വിവാദമായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഈ കേസ് പരിഗണിക്കവേ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സ്പെഷ്യൽ തപാൽ വോട്ടുകൾ വിളിച്ചു വരുത്തിക്കൊണ്ട് ഹൈക്കോടതി പരിശോധനയ്ക്ക് ഉത്തരവിട്ട സാഹചര്യത്തിൽ സ്ട്രോങ് റൂം തുറന്ന സമയത്തായിരുന്നു ഇതിലെ ഒരു പെട്ടി കാണാതായി പോയത്. ആ സംഭവത്തിൽ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി അറിയിച്ചത് ഇതിൽ കൃത്രിമത്വം ചില ഇടങ്ങളിൽ നടന്നിട്ടുണ്ട്, ബാലറ്റുകൾ സൂക്ഷിച്ചത് സുരക്ഷിതമല്ലാത്ത രീതിയിലാണ്. മാത്രവുമല്ല, ഈ 4ാം ടേബിളിലെ അസാധുവായ ബാലറ്റുകളുടെ ഒരു പാക്കറ്റിന്റെ പുറത്തുള്ള കവർ കീറിയ നിലയിലായിരുന്നു. കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരെയും തെരഞ്ഞെടുപ്പ് ഈ മറ്റ് രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശം നടത്തിയിരുന്നു. ബാലറ്റുകൾ സൂക്ഷിച്ച രീതിയിലടക്കം വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളതായിരുന്നു ഹൈക്കോടതി നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട്. ഒപ്പം തന്നെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് രജിസ്ട്രാർ അടക്കമുള്ളവർക്ക് ഈ ബാലറ്റുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടതായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില വിമർശനങ്ങൾ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം അതിന്റെ അപജയമാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നതെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. മാത്രവുമല്ല, ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ പെട്ടി കാണാതായ സംഭവത്തിൽ അടക്കമെന്നും ഹൈക്കോടതി വിലയിരുത്തിയ സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഈ KPM മുസ്തഫ നൽകിയ, അതായത് നജീബ് കാന്തപുരം MLA വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എന്ത് കാരണത്താലാണ് ഹർജി തള്ളുന്നത് എന്നുള്ളത് വിധി പകർപ്പ് ലഭിച്ച ശേഷമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. അല്പസമയത്തിനകം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ വിധി പകർപ്പ് ലഭ്യമാകുമെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നജീബ് കാന്തപുരത്തെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ് വിധി. കാരണം വലിയ രീതിയിൽ, അതായത് ഏകദേശം 300-ലധികം ബാലറ്റ് വോട്ടുകൾ ഈ അസാധുവാക്കിയ നടപടി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹർജി എത്തിയത്. പ്രധാനമായിട്ടും ഈ തപാൽ വോട്ടുകൾ അസാധുവാക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബാലറ്റ് കവറിൽ ഉദ്യോഗസ്ഥന്റെ ഒപ്പ് അതിൽ രേഖപ്പെടുത്തിയിരുന്നില്ല, അതുകൊണ്ട് അസാധുവാക്കുന്നു. ആ ഒരു സാങ്കേതികത്വമായിരുന്നു അന്ന് കാരണമായിട്ട് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും നിലവിൽ ഈ സിംഗിൾ ബെഞ്ചാണ്, ജസ്റ്റിസ് CS സുധയുടെ ബെഞ്ചാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. അനു, തീർച്ചയായും നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ MLA ആയി തുടരുമെന്ന് സാരം. രേഷ്മ, അതോടൊപ്പം തന്നെ ഈ പെട്ടികൾ കാണാതായ സംഭവം അത് കോടതിയുടെ വിമർശനം പോലും ഏറ്റുവാങ്ങിയ ഒന്നാണ്. അതിലെന്തെങ്കിലും ഇനി തുടർ നിയമ നടപടികൾ വരാനുള്ള സാധ്യതയുണ്ടോ? ഈ വിധിപ്പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ പെട്ടികൾ കാണാതെ സംഭവത്തിൽ അടക്കം ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇനി ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിൽ എന്തായിരിക്കും ഇനി നിലപാട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. എന്തായാലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ വിഷയത്തിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അതിന്റെ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതി പരിശോധിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വിവിധ ബെഞ്ചുകളാണ്, കാരണം 2021-ലാണ് ഈ ഒരു കേസ് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഹർജി ഹൈക്കോടതിയിലേക്ക് വരുന്നത്. അത് പിന്നീട് തെളിവെടുപ്പ് നടത്തി, വിചാരണ നടത്തി, ഈ വാദിഭാഗത്തെയും എതിർഭാഗത്തെയും നേരിട്ട് കേൾക്കുകയും ഈ ബാലറ്റ് പെട്ടികൾ അടക്കം വിളിച്ചു വരുത്തി പരിശോധിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ തെളിവ് ശേഖരണത്തിലെ സാമഗ്രികൾ, അതായത് ഈ മറ്റ് സീൽ ചെയ്ത കവറുകൾ, ഇതൊക്കെ തന്നെ ഹൈക്കോടതി വിളിച്ചു വരുത്തിയ സമയത്ത് അത് ചിതറിത്തെറിച്ച് ചില രേഖകൾ ശേഖരിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലും വിലയിരുത്തലും അന്ന് ഹൈക്കോടതി
ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ഈ പെട്ടികൾ കാണാതായ ബാലറ്റ് പെട്ടികൾ കാണാതായ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിധി പ്രസ്താവത്തിൽ ഏതെങ്കിലും പരാമർശം ഉണ്ടായി കഴിഞ്ഞാൽ അതും ഏറെ പ്രധാനമാണ്. എന്നാലും ആ വിധി പകർപ്പ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും. അനു.